അടുത്തിടെയായിരുന്നു ആര്യ ബഡായുടെയും സിബിൻ ബെഞ്ചമിന്റെയും രണ്ടാം വിവാഹം. ഇരുവരും വിവാഹമോചിതരായിരുന്നു. ആദ്യ വിവാഹത്തിൽ പിറന്ന മകൾ ആര്യയുടെ സംരക്ഷണത്തിലാണ്. സിബിന്റെ ആദ്യ വിവാഹത്തിലെ ആൺകുഞ്ഞ് മുൻ ഭാര്യ ചിഞ്ചുവാണ് സംരക്ഷിക്കുന്നത്. കുഞ്ഞിന് വേണ്ടതൊന്നും ചെയ്തു തരാൻ തയ്യാറാകില്ലെന്ന പരാതി പലപ്പോഴായി മുൻ ഭാര്യ സിബിനെതിരെ ഉന്നയിച്ചിരുന്നു. സ്പെഷ്യൽ ചൈൽഡായ കുഞ്ഞിന്റെ ഒട്ടുമിക്ക ആവശ്യങ്ങളും താനും കുടുംബവും മാത്രമാണ് നിർവഹിച്ചതെന്നും ചിഞ്ചു മുൻപ് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ വർഷമാണ് സിബുവും ചിഞ്ചുവും വിവാഹിതമോചിതരായത്. ആര്യയുടെ ആദ്യ വിവാഹം 20കളുടെ തുടക്കത്തിലായിരുന്നു. വൈകാതെ മകളും പിറന്നു. ഈ ശേഷം ഒത്തുപോകാൻ കഴിയാതെ വന്നതിനാൽ ഇരുവരും വേർപിരിഞ്ഞു. നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിതായിരുന്നു ആര്യയുടെ മുൻ ഭർത്താവ്. അതേസമയം രണ്ടാം വിവാഹശേഷം ഭർത്താവ് സിബിനോടൊപ്പം ആര്യ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിതിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കുടുംബക്കോടതിയിൽ ചില നിയമവ്യവസ്ഥകൾ സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അഡ്വാൻറ്റേജ് നൽകുന്നുവെന്നും അത് മാറണമെന്ന അഭിപ്രായക്കാരിയാണ് താനെന്നും ആര്യ അന്ന് പറഞ്ഞിരുന്നു. കുടുംബക്കോടതിയിലെ ചില നിയമവ്യവസ്ഥകൾ മാറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുടുംബക്കോടതിയിൽ അത്തരത്തിൽ ചില നിയമങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ഇൻവോൾവ് ആകുന്ന സാഹചര്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണെന്ന് എങ്കിലും പറയുകയാണ്. ആ പറയുന്ന അഡ്വാൻറ്റേജ് ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉപയോഗിച്ചതാണ്. അന്ന് എന്നെക്കൊണ്ട് എൻ്റെ അഡ്വക്കേറ്റ് അത് ചെയ്യിപ്പിച്ചു. ഒന്നും പേടിക്കാനില്ല. എന്തായാലും ഡിവോഴ്സ് കിട്ടും. കൊടുത്തതിൽ കൂടുതൽ സ്വർണവും ക്യാഷും മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പോയിന്റിൽ എനിക്ക് തന്നെ ഭയങ്കര കുറ്റബോധം തോന്നി. ഞാൻ അതിൽ നിന്ന് പിന്മാറുകയായി എന്നായിരുന്നു ആര്യയുടെ വാക്കുകൾ. വീഡിയോ വൈറലായോടെ ഭർത്താവിൻ്റെ പ്രവർത്തികൾ മൂലം ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾ അടക്കം പ്രതികരിച്ചെത്തി. 2ഉം 3ഉം പിള്ളേരെ സമ്മാനിച്ച ശേഷം തിരിഞ്ഞു നോക്കാത്ത ആണുങ്ങളുണ്ടെന്നും ഇപ്പോഴത്തെ ഭർത്താവിന് നിയമം അനുകൂലമാക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറയരുത് എന്ന തരത്തിലാണ് പ്രതികരണങ്ങൾ. എന്നാൽ നിങ്ങളെപ്പോലല്ല ആര്യ. ഓരോ ദിവസം തള്ളി നീക്കാൻ പെടാപ്പാടുപെടുന്ന സ്ത്രീകളുണ്ട്. മാത്രമല്ല ആര്യയുടെ മുൻ ഭർത്താവ് ഒരു പാവമായിരിക്കും. സ്വന്തം കുഞ്ഞിനെ പോലും ചെരുവിന് കൊടുക്കാതിരിക്കാൻ ഏത് കള്ളിയും കളിക്കുന്ന ആണുങ്ങളുണ്ട്. ഞാൻ അത് അനുഭവിക്കുന്ന ഒരു അമ്മയാണ്. പിന്നെ ഇത്തരത്തിലുള്ള ആണുങ്ങൾ കാശ് കിട്ടിയോ ഇല്ല സ്വന്തം കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് നോക്കുന്നു എന്ന് പറയുന്ന അമ്മമാരുമുണ്ട്. ആര്യ പറഞ്ഞത് ശരിയാണ്. നിങ്ങളെപ്പോലുള്ള സെലിബ്രിറ്റീസിനെല്ലാം ഇതൊരു അഡ്വാൻറ്റേജ് ആണ്.